ഇതെന്താ ചരിത്രം ആവർത്തിക്കുന്നോ? പറഞ്ഞു വരുന്നത് കേരളത്തിലെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ചാണ്. കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന തർക്കം കോൺഗ്രസിൽ കത്തുകയും വിഷയം തെരുവിലേക്ക് എത്തുകയും ചെയ്തിരിക്കുകയാണ്. വി ഡി സതീശൻ, കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി രംഗത്തുള്ളത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മുന്നിൽ നിന്ന് നയിച്ച വി ഡി സതീശന് മുഖ്യമന്ത്രി സ്ഥാനം നൽകണമെന്ന പൊതുവികാരം അണികൾക്കിടയിൽ ശക്തമാണെങ്കിലും MLA-മാരിൽ വലിയൊരു വിഭാഗത്തിന്റെ പിന്തുണ കെ.സി. വേണുഗോപാലിനാണ് എന്നുള്ളതാണ് തർക്കം രൂക്ഷമാക്കിയിരിക്കുന്നത്. ഇതോടെ അണികളിൽ ഒരു വിഭാഗം വി ഡി സതീശന് വേണ്ടി പരസ്യമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. പലയിടത്തും സതീശന്റെ ചിത്രങ്ങളുമേന്തി പ്രകടനം നടന്നു. ദിവസങ്ങളായി നടന്നുവന്ന ഫ്ലക്സ് യുദ്ധം അതിന്റെ പാരമ്യതയിലെത്തി. ഇന്നൊരു പ്രവർത്തകൻ സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താനൊരുങ്ങി. 2006 VS അച്യുതാനന്ദന് വേണ്ടി CPM പ്രവർത്തകർ നാടൊട്ടുക്കും നടത്തിയ പ്രകടനങ്ങൾക്കും പിന്തുണ പ്രഖ്യാപനങ്ങൾക്കും സമാനമായ സാഹചര്യങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ അരങ്ങേറുന്നത്. അന്ന് VS-നെ മുന്നിൽ നിർത്തിയായിരുന്നു CPM തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ജയിച്ചു കയറാൻ VS-ന്റെ ജനപ്രീതി ഉപയോഗിച്ച CPM തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കം തുടങ്ങി. ഇതോടെയാണ് പ്രവർത്തകർ നാടൊട്ടും വൻ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളുമായി രംഗത്തിറങ്ങിയത്. കണ്ണേ കരളെ VS എന്നുള്ള മുദ്രാവാക്യം കേരളത്തിലെമ്പാടും അലയടിച്ചു. ജനങ്ങളുടെ കടുത്ത സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഒടുവിൽ പാർട്ടി VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കാൻ തയ്യാറായി. പക്ഷെ അദ്ദേഹത്തെ പിടിച്ചുകെട്ടാനായി ആഭ്യന്തരമന്ത്രി പദം കൊടുത്തില്ല. പകരം കോടിയേരി ബാലകൃഷ്ണനെ ആഭ്യന്തരമന്ത്രിയായി നിയോഗിച്ചു. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കം രൂക്ഷമാകുമ്പോൾ 2006 മെയ്യിൽ നടന്ന VS അനുകൂല പ്രകടനങ്ങളാണ് ഇപ്പോൾ പലർക്കും ഓർമ്മയിൽ വരുന്നത്. അന്ന് കണ്ണേ കരളെ VS എന്ന് മുഴങ്ങിയെങ്കിൽ ഇന്ന് പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന്. 20 വർഷത്തിനു ശേഷം ഒരു തനിയാവർത്തനം. മാറ്റം മുന്നണികൾക്കും കഥാപാത്രങ്ങൾക്കും മാത്രം.